അപ്പോൾ അസ്സലാമു അലൈക്കും, അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്ലാൻ, അടുത്ത വ്ളോഗിലത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയാം. ഓക്കെ, അടിപൊളി കാറായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത്. സോ ഇപ്പോൾ നമ്മൾ മുട്ടായി തെരുവിലേക്ക് പോകണം. ഫുഡൊക്കെ നല്ല ഫിറ്റാക്കിയിട്ട് ഫുഡൊക്കെ നല്ല കഴിച്ചിട്ട്, അടിപൊളിയായിട്ട് ഊണൊക്കെ നല്ല കഴിച്ചിട്ട് നമ്മളിപ്പോൾ മുട്ടായി തെരുവിലേക്ക് പോവുകയാണ്. സോ നമ്മൾ മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് മുട്ടായി തെരുവിലേക്ക് പോണത്. സോ അധികം വഴിയൊന്നും അറിയില്ല. സോ റാഫിക്ക് അധികം വഴി അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ വ്ളോഗും അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് മുട്ടായി തെരുവിലേക്ക് പോകണം കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ മുട്ടായി തെരുവിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, മുട്ടായി തെരുവിൽ പോയിട്ട് നമ്മൾ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. സോ നെറ്റ്സ് കാര്യങ്ങൾ, ഒരു പാൻറ്റ് വാങ്ങാൻ, ട്രക്കിംഗ് പാൻറ്റ് വാങ്ങാണ്ടായിരുന്നു, പിന്നെ സ്പെക്സ് വാങ്ങാണ്ടായിരുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ പോവുകയാണ്. സോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വാങ്ങുന്നതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിലും ചില ഏരിയാസിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമ്മളത് ഷൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, സോ നമ്മൾ വാങ്ങേണ്ട സാധനങ്ങളൊക്കെ നല്ല വാങ്ങിയിട്ടുണ്ട്. സോ അവിടെ നിന്ന് വാങ്ങിയ കണ്ണാടി തീർച്ചയായും പൊട്ടിയിരിക്കുകയാണ് ഗൈസ്, പൊട്ടിയിരിക്കുകയാണ്. ഓക്കെ, കാര്യമില്ല, വാങ്ങിയ സാധനങ്ങളൊന്നും ഇപ്പോൾ കയ്യിലില്ല. സോ ഒരു പാൻറ് ഉണ്ട്, ട്രക്കിംഗ് പാൻറ്റ്, അത് സെറ്റായിരുന്നു കേട്ടോ, അടിപൊളി ട്രക്കിംഗ് പാൻറ് ആയിരുന്നു. പിന്നെ ഈ കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റഹ്മത്ത് ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഫുഡിൻ്റെ ഒരു കേന്ദ്രമാണല്ലോ കോഴിക്കോട്. സോ സമയമില്ല, അതായിരുന്നു മെയിൻ കാര്യം. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ട്രാഫിക്കൊരു പേടി ഉണ്ടായിരുന്നു. എന്താ പറയുക, ട്രെയിന് പോവോ, ഓൾറെഡി ബുക്ക് ചെയ്ത ട്രെയിന് പോവോ കൊണ്ടുള്ള സീനായിരുന്നു റാഫിൻ്റെ മൈൻഡിൽ. ഓക്കെ, സോ റാഫി കുറച്ച് ഹറിവറിയായിരുന്നു ഇതിനുള്ളിൽ കയറി വിടുന്നത്. സോ ചെറുതായിട്ടൊരു ഹറിബറി ആയിരുന്നു. പിന്നെ നമ്മളെല്ലാം പറഞ്ഞില്ലേ, ലാസ്റ്റ് നട്ട്സ് വാങ്ങാൻ കയറി അവിടെ എൻ്റെ മച്ചു, അവിടുത്തെ ആൾ ഒരു ജമ്മാണ്. ഇപ്പോൾ എന്താ പറയുക, അയാൾ കുറേ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ അൽവ ഫ്ലേവേഴ്സ് പറഞ്ഞാൽ അത്ര അൽവ ഫ്ലേവേഴ്സായിരുന്നു അവിടെ ഉള്ളത്. സോ നമ്മൾ അവിടെ നിന്ന് അൽവ കാര്യങ്ങളൊക്കെ ചെറിയ പീസായിട്ട് കഴിച്ചു. ഓക്കെ, പീസായിട്ടൊക്കെ തന്നു. ഫ്ലേവേഴ്സ് പറഞ്ഞാൽ അങ്ങനെ അടിപൊളി ഫ്ലേവേഴ്സ് ആയിരുന്നു. സോ അപ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർ അപ്പോൾ ഇത് നമ്മൾ കാണണ്ടാവും ഇത്. അപ്പോൾ നല്ല ബിസിനസ് നടക്കുന്ന ഒരു പ്ലേസാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കടയ്ക്ക് നല്ല കയറാൻ വേണ്ടി ഭയങ്കര തിരക്കാണ്. ഓക്കെ, ഇപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ അവിടെ അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് തന്നെ ഒരു ബേക്കറി കടയുണ്ട്, ഇപ്പുറത്തൊരു ബേക്കറി കടയുണ്ട്. ഓക്കെ, സോ അവർ തമ്മിലായിരുന്നു ഭയങ്കര ബിസിനസ്. ഇപ്പോൾ ഫ്രണ്ടിലൊരാളുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലുള്ള ആളെന്ത് ചെയ്യുക, വന്ന ഉടനെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ട് വരൂ കയറു എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ആൾ എന്താണ് ബൈ എന്നുള്ള സീനായിരുന്നു അപ്പുറത്തുള്ള ആൾ. ഓക്കെ, സോ ഇപ്പോൾ ഈ കടൻ്റെ കോമഡി എന്താ വെച്ചാൽ, അപ്പുറത്തെ ആൾക്കാർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, അപ്പുറത്തെ ആൾക്കാർ ഓപ്പോസിറ്റ് എന്താ പറയുക, കുറച്ച് ഒച്ചയിൽ തന്നെ ഇങ്ങനെ പറയണം. എന്താ പറയുക, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമഡി ഇങ്ങനെയായിരുന്നു, ഞാൻ കേട്ടത് ഇങ്ങനെയായിരുന്നു. എന്താ പറയുക, ശങ്കരൻ കടയിൽ നിൽക്കുന്ന ആളുടെ പേര് എന്താ പറയുക സുലൈമാനും, കടൻ്റെ പേര് ശങ്കരനും, മനസ്സിലായില്ലേ? അതായിരുന്നു ദീനം. ഓക്കെ, അപ്പോൾ ഇതാണ് മല്ലു. അപ്പോൾ അവർ അങ്ങനെ കൊണ്ട് കോമഡി പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കും കാര്യമില്ല. അപ്പോൾ മൂപ്പര് ഫ്രണ്ടിൽ നിൽക്കുന്ന മൂപ്പര് അതൊന്നും മൈൻഡ് ചെയ്യില്ല. മൂപ്പര് ഭയങ്കര തിരക്കാണ്. സോ സാധനങ്ങൾ മൂപ്പര് അതൊന്നും മൈൻഡ് ചെയ്യില്ല, ഭയങ്കര തിരക്കാണ്. മൂപ്പര് അങ്ങോട്ട് കൗണ്ടർ അടക്കടക്ക് അടിക്കണമുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് മൂപ്പര് നമ്മുടെ നല്ല എന്താ പറയുക ഇതൊക്കെ ചോദിച്ചു, എന്താ വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ സിറ്റി വീഡിയോ ഒക്കെ എടുത്തോളൂ, പ്രശ്നമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരു കൊളാബ് ചെയ്യാമെന്ന് പറഞ്ഞു മൂപ്പര് കൊളാബ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു മൂപ്പര്. നമ്മൾ അധികം സാധനങ്ങളൊന്നും വാങ്ങിയെങ്കിലും മൂപ്പര് 10-200 20-30-40 രൂപയൊക്കെ കമ്മിയാക്കി തന്നു. സോ അതിൽ ഞാൻ തൃപ്തിയാണ്. ഓക്കെ, സോ റഫ് അതിൻ്റെ ഡേറ്റ്സ് വാങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി. അപ്പോൾ അതന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മൂപ്പരിവിടെ പത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ 1933 മൂപ്പരിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയതെന്നും തുടങ്ങിയതും കാര്യങ്ങളൊക്കെ മൂപ്പര് നമ്മുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അടുത്തൊരു ജമ്മ് ഞാൻ മെയിൻ ക്യാരക്ടറെ കാണിച്ചു തരാം. ഇവിടുത്തെ ബിസിനസ് മെയിനാവാനുള്ള കാരണം മൂപ്പരായിരിക്കും മെയിൻ.
ഈ ഈ ഈ പറഞ്ഞ ഈ അങ്കിള് ഭയങ്കര എന്താ പറയുക, ഈ പറഞ്ഞ ബില്ലിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ആളല്ല, മൂപ്പരിൻ്റെ കട ഷോപ്പ് മൂപ്പരിൻ്റെയാണ്. സോ മൂപ്പര് അവിടെ നിന്നുള്ള വാപ്പ എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കണം മൂപ്പരിനെ. ഓക്കെ, ഭയങ്കര സ്നേഹം കാര്യങ്ങളൊക്കെ ആയിരുന്നു എംപ്ലോയീസിൻ്റെ. അപ്പോൾ റാഫി ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, അടുത്ത വീഡിയോ നോക്ക്, മൂപ്പര് 24 വന്നിട്ടുണ്ട് ഇതൊക്കെ വേണ്ട ഇങ്ങനെ കാണിച്ചു തരണം. സോ ഈസ് എ ഫേമസ് ഷോപ്പ് മാൻ, ബേക്കറി. ഇപ്പോൾ ഓക്കെ വിടും. ഇപ്പോൾ അവർ കാണിക്കുക പറയണം, ഫ്രണ്ടിൽ നിൽക്കുന്ന മൂപ്പരാണല്ലേ, മൂപ്പറിൻ്റെ കയ്യിലാണ് ബിസിനസ്. ഓക്കെ, മൂപ്പരാണ് അവിടെ ബിസിനസ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ ആലോചിക്കുമ്പോൾ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വേണം മൂപ്പര് ഇങ്ങനെ കയറി നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം ഉള്ളിലേക്ക്, ഇങ്ങോട്ട് വാ. അപ്പോൾ അപ്പുറത്തെ ആൾക്കാർ നിങ്ങൾ കാണണ്ട, ഓപ്പോസിറ്റിലുള്ള ആൾക്കാർ അവരുടെയും അടിപൊളിയായിരിക്കും, ഹൽവ അടിപൊളിയായിരിക്കും. ഓക്കെ, നമ്മൾ അവരുടെയും ബാഡാക്കുന്നില്ല. സോ നമ്മളെ മൂപ്പര് നല്ല ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് മൂപ്പര് ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ടാണ് പരിപാടി നടത്തുന്നത്. ഓക്കെ, ശങ്കരൻ ബേക്കറി. ഓക്കെ, അതാണ് പരിപാടി സെറ്റ്. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വാങ്ങി പിന്നെ റൂമിലേക്ക് പോവുകയാണ്. സോ ആ കയ്യിലുള്ളതാണ് ആ പാൻറ്റും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് പരമാവധി പാൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ റൂമിലേക്ക് പോവുകയാണ് ഫ്രഷപ്പായിട്ട്. എന്താണ് പിന്നെ റാഫി നമുക്കിങ്ങനെ കുറേ എന്താ പറയുക കണ്ടൻറ്റ് പറയണം വ്ളോഗ് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കോമഡിയൊക്കെ സംസാരിച്ച് കുടിയിലേക്കല്ല അവൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ ഈ വ്ളോഗ് പറയുമ്പോൾ വല്ല ഞാൻ സംസാരിക്കുന്ന കുറേ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. സോ എന്ത് വേണമെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, ആ ബെല്ലൈക്കൻ പിടിച്ച് അമർത്തി അടുത്ത വ്ളോഗും വരും നിങ്ങൾക്ക്. ഓക്കെ, എന്തായിട്ട് ഒരു മെസ്സേജ് ആയിട്ട് കൊണ്ട് വരും. ഓക്കെ, സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രഷപ്പായി സെറ്റായി റെഡിയായി നിൽക്കുകയാണ്. സോ ഞാൻ പക്കയെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പുറത്ത് റാഫി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, റാഫി എവിടെ ഓക്കെ, ബാഗ് സെറ്റാണ്. റാഫി റാഫി സെറ്റ്. ഞാൻ മച്ചോ, ഞങ്ങളിത് പ്ലാൻ ചെയ്യുമ്പോൾ എത്ര കയറി. അപ്പോൾ ബൈ. ഓക്കെ, ബൈ.